സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നിട്ടും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി അമേരിക്ക ഒപ്പുവെച്ച വ്യാപാര കരാറുകൾ നിലനിൽക്കുമെന്ന് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ. വ്യാപാര കരാറുകൾ നടപ്പിലാക്കാൻ ഉപയോഗിക്കാവുന്ന മറ്റ് നിരവധി ഉപകരണങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഉപകരണങ്ങൾ മാറിയേക്കാം, നയം അതേപടി തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. എക്സിലെ ഒരു പോസ്റ്റിൽ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഗ്രീർ പറഞ്ഞു, ലോക ജനസംഖ്യയുടെ പകുതിയിലധികം പേരെയും ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ വ്യാപാര കരാറുകൾ പൂർണ്ണമായി പ്രാബല്യത്തിൽ തുടരുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. താരിഫുകളെ കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യാപാര കരാറുകൾ വിപണി പ്രവേശനം തുറന്നിട്ടുണ്ടെന്നും ആഗോള ജനസംഖ്യയുടെ പകുതിയിലധികം പേരെയും ഉൾക്കൊള്ളുന്നുവെന്നും പങ്കാളി രാജ്യങ്ങൾ അവരെ ബഹുമാനിക്കുന്നെന്ന് താൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ലോക ജനസംഖ്യയുടെ പകുതിയോളം പേരെ ഉൾക്കൊള്ളുന്ന ടൺ കണക്കിന് ഡീലുകൾ നേടാൻ ഇത് ഞങ്ങളെ സഹായിച്ചു. കൂടാതെ 30 വർഷമായി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയാത്ത വിപണി പ്രവേശനം തുറന്നു കൊടുത്തു. ഞങ്ങൾക്ക് ഈ കരാറുകളുണ്ട്, അതിനാൽ ഞങ്ങൾ മറ്റൊരു ഉപകരണം ഉപയോഗിക്കും. ഉപകരണങ്ങൾ മാറിയേക്കാം, പക്ഷേ നയം അതേപടി തുടരുന്നു. IEEPA അതിന്റെ ഭാഗമായിരുന്നു. ട്രംപ് ഭരണകൂടം താരിഫ് ചുമത്താൻ ഉപയോഗിച്ചേക്കാവുന്ന മറ്റ് നിരവധി മാർഗങ്ങൾ US ട്രേഡ് പ്രതിനിധി എടുത്തുകാട്ടി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 10% താരിഫ് താൽക്കാലികമായി ചുമത്താൻ അനുവദിക്കുന്ന സെക്ഷൻ 122, അതോടൊപ്പം US ട്രേഡ് പ്രതിനിധിയുടെ ഓഫീസ് സെക്ഷൻ 301 പ്രകാരം നിരവധി അന്വേഷണങ്ങൾ ആരംഭിക്കും. വ്യത്യസ്ത രാജ്യങ്ങൾ നടത്തുന്ന അന്യായമായ വ്യാപാര രീതികൾ സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നമുക്ക് അടിസ്ഥാനത്തിൽ താരിഫ് ചുമത്താൻ കഴിയുമോ എന്ന് വിലയിരുത്താൻ. ഓട്ടോകൾ, സ്റ്റീൽ, അലുമിനിയം മുതലായവയിൽ നമുക്ക് നിലവിലുള്ള ദേശീയ സുരക്ഷാ താരിഫുകളുണ്ട്. അതിനാൽ ഉപകരണങ്ങൾ മാറിയേക്കാം, പക്ഷേ നയം അതേപടി തുടരുന്നു. നിലവിലുള്ള വ്യാപാര കരാറുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗ്രീർ പറഞ്ഞു, ആ കരാറുകൾ നിലനിൽക്കുന്നു, അവ നിലനിൽക്കും, ഞങ്ങൾ അവയെ മാനിക്കും, ഞങ്ങളുടെ വ്യാപാര പങ്കാളികൾ അവയെ മാനിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. US സുപ്രീം കോടതിയിൽ നിയമപരമായി വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10% ആഗോള താരിഫ് ഉടനടി പ്രാബല്യത്തിൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് വിശാലമായ ഇറക്കുമതി താരിഫ് ചുമത്തി ട്രംപ് ഭരണകൂടം അതിന്റെ നിയമപരമായ അധികാരം ലംഘിച്ചുവെന്ന് സുപ്രീം കോടതി 6-3 എന്ന വോട്ടിൽ വിധിച്ചു. സുപ്രീം കോടതിയുടെ വിധിയെ ഭയാനകമായ തീരുമാനമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് 1974 വ്യാപാര നിയമത്തിലെ സെക്ഷൻ 122 പ്രകാരം 10% ആഗോള താരിഫ് ഏർപ്പെടുത്തുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. പേയ്മെന്റ് ബാലൻസ് കമ്മി പരിഹരിക്കുന്നതിന് 150 ദിവസത്തേക്ക് താൽക്കാലിക ഇറക്കുമതി സർചാർജ് അതോറിറ്റി അനുവദിക്കുന്നു. ഉടൻ പ്രാബല്യത്തിൽ സെക്ഷൻ 232 പ്രകാരമുള്ള എല്ലാ ദേശീയ സുരക്ഷാ താരിഫുകളും നിലവിലുള്ള സെക്ഷൻ 301 താരിഫുകളും നിലവിലുണ്ട്. ഇന്ന് സെക്ഷൻ 122 പ്രകാരമുള്ള 10% ആഗോള താരിഫ് നമ്മുടെ സാധാരണ താരിഫുകൾക്ക് പുറമെ ചുമത്തുന്നതിനുള്ള ഒരു ഉത്തരവിൽ ഞാൻ ഒപ്പുവയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജസ്റ്റിസുമാരായ നീൽ ഗോർസച്ച്, ആമി കോണി ബാരറ്റ്, 3 ലിബറൽ ജസ്റ്റിസുമാർ എന്നിവർ ചേർന്ന് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട് ഭരണഘടനാ കോൺഗ്രസിന് നൽകുന്ന അധികാരമായ തീരുവ ചുമത്താൻ IEEPA പ്രസിഡന്റിന് വ്യക്തമായ അധികാരം നൽകുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ടു. ജസ്റ്റിസുമാരായ സാമുവൽ അലിറ്റോ, ക്ലാരൻസ് തോമസ്, ബ്രെറ്റ് കാവനോ എന്നിവർ വിയോജിച്ചു. അടിയന്തരാധികാരങ്ങളെക്കുറിച്ചുള്ള ഭരണകൂടത്തിന്റെ വിശാലമായ വ്യാഖ്യാനത്തെ പിന്തുണച്ചു. ഈ വിധി പരസ്പര അടിയന്തര താരിഫുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ നികുതി അസാധുവാക്കാൻ ഈ സർക്കാരിന് ഏകദേശം 130-175 ബില്യൺ വരുമാനം തിരികെ നൽകേണ്ടി വരാൻ സാധ്യതയുണ്ട്. US സുപ്രീം കോടതി വിധിച്ചത് IEEPA പ്രകാരം US പ്രസിഡന്റ് US വ്യാപാര പങ്കാളികളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് വിപുലമായ ഇറക്കുമതി തീരുവ ചുമത്താനുള്ള അധികാരം ഇല്ല എന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.